സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ആളാളുടെ കലാപരിപാടി കഴിഞ്ഞ് എൻ്റെ മടിയിലേക്ക് ചാടിക്കയറി. അപ്പോഴേക്കും നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ഈ വിശാലമായി പരന്ന് കിടക്കുന്ന 30 ഏക്കർ, 30 അല്ല കേട്ടോ, അതിൽ കൂടുതലുണ്ട്. ഈ സ്ഥലമാണ് റിച്ച്മണ്ട് പാർക്ക്. നിങ്ങൾ മുന്നോട്ടേക്കൊന്ന് നോക്കിയേ. ഈ വഴിയിലൂടെ നടന്ന് ഇതിൻ്റെ അറ്റത്ത് വേണം നമുക്ക് എത്താൻ. ഒരു മിനിറ്റ്. നാട്ടിൽ നിന്ന് ഈ ഫ്ലൈറ്റൊക്കെ കാണുമ്പോൾ ഭയങ്കര കൗതുകത്തോടെയായിരുന്നു കേട്ടോ നോക്കിക്കൊണ്ടിരുന്നത്. ഇവിടെ വന്നപ്പം ഇടയ്ക്കിടയ്ക്ക് ഇത് കണ്ട് കൗതുകം ലേശം കുറഞ്ഞിട്ടുണ്ട്. വാ നമുക്ക് നമ്മുടെ യാത്ര തുടരാം. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, കുറേ മാനിനെ കാണാം കേട്ടോ. മാനിനെ കണ്ടാൽ നമ്മൾ വെറുതെ വിടാൻ പാടില്ല. ഞാൻ ഓടിപ്പോയി എല്ലാം മഞ്ഞിനെ ഓടിച്ച് അവരുടെ കൂടെ കുറച്ച് ഫോട്ടോസ് എടുത്തു, വീഡിയോസ് എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് അതിനും കുറച്ചുകൂടി മുന്നോട്ട് നടന്നാൽ നമുക്ക് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇസബെല്ല പ്ലാന്റേഷനിൽ കാണാം കേട്ടോ. ഇവിടെ പ്രത്യേകിച്ച് എന്താ ഉള്ളതെന്ന് വെച്ചാൽ ഇതുപോലെ കുറേ പോണ്ട് ഉണ്ട്, അതുപോലെ അടിപൊളി ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിലെ കൂടെ പോയാലും നമ്മൾ ഈ കാണുന്ന കാഴ്ചയൊക്കെ ഒന്നാണ് എന്നിട്ട്. പിന്നെ എടുത്ത് പറയേണ്ടത് ഈ ഒരു പോണ്ടാണ് കേട്ടോ. അത് പിന്നെ ഞാൻ നിങ്ങൾക്ക് കണ്ടിട്ടറിയാമല്ലോ, അത് ഈ വീഡിയോയിൽ കൂടെ കാണുന്നതിനെക്കാട്ടും ഇരട്ടി ഭംഗിയായിരുന്നു നേരിട്ട് കാണാം. അതും കഴിഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, നമ്മൾ പാർക്കിൻ്റെ എൻട്രൻസിൽ ഇതുപോലെ ഒരു ചെറിയ ചിൽഡ്രൻസ് പാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോൾ കുഞ്ഞപ്പനെ അവിടെ കൊണ്ടിട്ട് കുറച്ച് ഇതിൽ ഉരുട്ടി കളിപ്പിച്ചു കേട്ടോ. അതും കഴിഞ്ഞ് നമുക്ക് തിരിച്ചു പോകേണ്ട സമയം. അപ്പം ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. ടാറ്റാ ബൈ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.